കോടതി സത്യത്തിലൂടെ നിൽക്കും, സത്യമായിട്ട് കോടതി പോയി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ 4 യശോമാർ വളരെയധികം അത് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് ചിലവാണ് ഓഫീസിൽ പോയി സംസാരിച്ചുകൊണ്ട് ധാരാളം പേര് അദ്ദേഹം രാഷ്ട്രീയക്കാരൻ ഇടപെടും. 7 വർഷത്തിൽ അവർ ഇടപെട്ടോട്ടെ, തടസ്സമില്ലല്ലോ. പുള്ളി ആ രീതിയിൽ ഇപ്പൊ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം അത് തെറ്റ് ചെയ്യാൻ മുമ്പ് റെഡിയാണ്. പക്ഷെ ആരാണ് ഇതിനകത്ത് വന്ന് ഇറങ്ങി വന്ന് കളിക്കുന്നത്? അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവർ ആരെങ്കിലും ഒരു വിശാല ഹൃദയമുള്ളവർ വന്ന് കൃഷ്ണകുമാരോട് സംസാരിച്ച് അതങ്ങ് തീർത്തേ, എന്നിട്ട് കേസ് രണ്ടും പോലീസ് കവർ ചെയ്യോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊടുക്കുകയോ അത് സെറ്റിൽമെന്റ് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് രണ്ടു കൂട്ടർക്കും നല്ലതല്ല. അത് ഒരു ശരി കഴിഞ്ഞാൽ മതി, സത്യസന്ധമായിട്ട് പോകട്ടെ. ആദ്യത്തെ കേസ് ട്രൂ കേസാണ്, അത് കള്ളക്കേസാണെന്ന് പറയാനുള്ളത്. എന്തിനാണ് യശോമാർ ഇത് വലിച്ച് അവരെ തലയിൽ വെക്കുന്നത്? അവർക്ക് പണം നഷ്ടപ്പെട്ടു, അതിന് ഈ കുട്ടികൾ അക്കൗണ്ടിങ്ങുമായി കണ്ടെത്തി. അപ്പൊ അത് അതിന്റെ QR കോഡിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നു. ഇതൊക്കെ ഫ്രോഡും ചീറ്റിയും മിസ്അപ്രോപ്രിയേഷനാണ്. കേസ് സ്ട്രോങ്ങായിട്ട് പോയ കുട്ടിക്ക് പരിക്കേറ്റു, അത് വേണ്ട. അവര് ക്ഷമിക്കാൻ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വിവരമുള്ളവരെ എതിർപക്ഷത്തുള്ളവർ ആരെങ്കിലും കൃഷ്ണകുമാറുമായിട്ട് രഹസ്യമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി ഈ കേസിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
what was this? Suddenly you got it. That's not like going inside with your mama, you got things. Where, like you, probably you said or what I'm asking, no, no. Which job? സമ്മതിച്ചു കഴിഞ്ഞാൽ എഴുതി തരുന്നത് പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്. ഈ സാധനമൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി എല്ലാ വർഷവും ഇതൊക്കെ ഓരോ തരത്തിൽ ഡെയിലി ആരോപണം കൊണ്ടുവരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞാൽ അതിനകത്ത് തെളിവ് വന്നിട്ടില്ലെങ്കിൽ പറയത്തില്ല. വേറെ ഒരു വ്യക്തി പറയാം, ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞില്ല അവരുടെ ഭർത്താവല്ല സഹോദരനാണ് പുറത്തത്. ഈ സഹോദരൻ എനിക്ക് പൈസ ചെരുപ്പുകൾ ഇവരെല്ലാ മാസവും 1 ലക്ഷം 2 ലക്ഷം അയച്ചു തരുന്നു. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ കാണിക്കാൻ പറഞ്ഞു, ഫോൺ വിട്ട് കാണിക്കുമ്പോൾ ഈ വർഷത്തിൽ ഒരേ ഒരു തവണ 1,58 1,58,000 ആ കുട്ടിയുടെ ചേട്ടൻ അയച്ചു. അതിനുശേഷം നോക്കുമ്പോഴാണ് അടുത്ത മാസം ആ പോയി തന്നെ ഈ കുട്ടി അങ്ങോട്ട് അയച്ചിരിക്കുന്നു പൈസ. അതായത് ഈ ചേട്ടന്റെ അവരുടെ അക്കൗണ്ടും ഇന്ത്യയുടെ അക്കൗണ്ടിലും പൈസ ഇരിക്കുന്നു. അയാൾ വീണ്ടും യൂറോ കിട്ടി. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇവർ തന്നെ കാണിച്ചു. ഞാൻ ചോദിച്ചത് ആരൊക്കെയാണ് അതിന് പറഞ്ഞേ ഇവര് ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോയാൽ ഭരിക്കുന്നത് ഡോക്ടർ സാർ വളരെ ശരിയായ കാര്യം. നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്ന വെച്ചാൽ തെറ്റും കുറ്റവും ശിക്ഷയും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു തെറ്റും പറ്റി നോക്കുക. കാരണം ഇതിനകത്ത് ഞാൻ എന്റെ മക്കളെ പോലും അവര് രൂക്ഷമായ ഭാഷയിൽ മോറോട് സംസാരിച്ചു. ഇതിന് നിങ്ങൾക്കൊരു പങ്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഇതിനകത്തെ കാര്യക്ഷമമായ പ്രവർത്തനം അത് നീ ഓഫീസിൽ കൃത്യമായിട്ട് വന്നില്ല. ശരിയാണ്, അവൾക്ക് സുഖമില്ലാതെ ആശുപത്രിയില്ലാതെ തന്നെ ഗർഭിണിയാകുമ്പോൾ ആദ്യത്തെ 5 മാസം വളരെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം ഒരു സൈഡിലിരിക്കും. ആണെങ്കിലും ഇത് നിന്റെ ഒരു നോട്ടപ്പേക്ഷ ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒത്തുവിശ്വാസം പോകണം. ഈ തരുന്ന പൈസ വാങ്ങിക്ക്, ബാക്കി നമുക്ക് ഇനിയും ബിസിനസ് ചെയ്യാം, നമുക്ക് നല്ല പോലെ പരസ്യം ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾ എത്തിയത് ഇതെല്ലാം ഈ കുട്ടികൾ സംസാരിച്ചിരുന്നത് ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ഞാൻ വീഡിയോ ഇവിടെ ഓർത്തു വിട്ടില്ല. ഇവർ കാണിക്കട്ടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ ഇടിച്ചുന്നോ കെട്ടിയിട്ടുന്നോ എന്തെങ്കിലും ഒരു വീഡിയോ കാണിച്ചിട്ട് ഇവരെ എന്ന് പറഞ്ഞു. പക്ഷേ ആകെ ഒച്ചത്തിൽ സംസാരിച്ച് പിടിച്ചു വാങ്ങിയില്ല. അല്ല അതേ ഇവരുടെ മൊബൈൽ ഇരിക്കില്ലേ, ഫോൺ പിടിച്ചു വെച്ചിട്ടില്ലോ. കാരണം ഇവരുടെ ഫോൺ ഇരിക്കുന്നത് ഞാൻ വേറെ പല വീഡിയോസ് കാണിച്ചില്ല. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ ഇവിടെ വളരെ റിലാക്സ് ആയിട്ടിരുന്നത്. ഇവിടെ ഞാൻ ഓഫീസാണ്, ഇവിടെ സ്റ്റാഫുണ്ട്, എല്ലാം ഇവരെ വീണു, ഇവരുടെ ഭക്ഷണം വരുത്തി കൊടുത്തു, എല്ലാം ചെയ്തു. ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന മനസ്സില്ല. അപ്പൊ വെള്ളം കുടിക്കാൻ പറയും. എല്ലാം നമുക്ക് ചെയ്യാൻ ചെയ്യുന്നു. ഓഫീസിൽ വരാറില്ല ദിയ, പക്ഷെ മോണിറ്റർ ചെയ്യാറുണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ പേപ്പർ എവിടെയെങ്കിലും മാറിയിരുന്നാൽ പോലും അതുപോലും കണ്ടിട്ട് അത് തിരിച്ചെടുത്ത് വെച്ചു എന്ന് പറയുന്ന ഒരാളാണ് ദിയ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ദിയ അറിയാതിരിക്കുമോ എന്നൊരു ചോദ്യം ഇന്ന് ചോദിക്കുന്നുണ്ട്. അതറിയാതിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വളരെ ശരിയാണ്. ഇതിനകത്ത് ആദ്യത്തെ ഭാഗം ശരി തന്നെയാണ്. മോഡൽ